ഈ ഒരു പോർഷൻ കണ്ട സൈഡ് പിടിക്കാനില്ല, ഈ സൈഡേ വളയ്ക്കാൻ നേരത്തെ അതിനകത്ത് പിടിക്കും. സംഭവം ഉണ്ടായി ഇതായിരുന്നു കേട്ടോ നമ്മളെ പഴയ കേബിള്. ഇതിൻ്റെ കണ്ട ഈ ഒരു ഇപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. പുതിയടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി, വണ്ടിയിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ. മെയിനായിട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാണ് നമ്മളെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. അതേപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന ഈ ഒരു സീറ്റ് കണ്ട, സീറ്റ് എൻ്റെ ഒരു സൈഡിൽ ആ ഒരു ബോൾട്ട് പോയി കിടക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല ഷേക്കുണ്ട്. അതേപോലെ തന്നെ ഒരു സൈഡിൽ ബോൾട്ട് ഇല്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് പാച്ച് വർക്ക് നമ്മൾ ആ ഒരു ഫെൻഡർ ലൈനിങ്ങിൻ്റെ ആ ഒരു സൈഡിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് റെഡിയാക്കണം. പാച്ച് വർക്ക് ഇടയിലായിട്ട് പോകാനാട്ടോ. അവിടെ പോയിട്ട് അത് റെഡിയാക്കണം. എന്നിട്ട് വേണം ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ, പിന്നെ നമ്മളെ ഡ്രമ്മിൻ്റെ ആ ഒരു പോർഷനിൽ കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അടിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് പാച്ച് വർക്ക് കടയിൽ പോയിട്ട് ഈ ഒരു സാധനം റെഡിയാക്കാം. ആ ഒരു ഫെൻഡർ ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗം, അതേപോലെ തന്നെ ഈ ഒരു സീറ്റ് ഒന്ന് റെഡിയാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ഷോപ്പ് എത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് കേട്ടോ. വണ്ടി ഇപ്പോൾ ഈ ഒരു വീലിട്ടുകൊണ്ട് തന്നെ കൊണ്ട് നടക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അതേപോലെ തന്നെ സൈഡ് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഇതാ ഈ ഒരു സൈഡിലാണ് കേട്ടോ. എന്തായാലും പോയി നോക്കാം നടക്കുമോ. എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. കണ്ട ഈ സീറ്റ് കുഴപ്പമില്ല, ഇതിലൊരു ഇത് കൊല്ലുന്ന. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. ഓക്കെ പൈസ. അപ്പോൾ നമ്മൾ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കംപ്ലൈൻറ്റ് കണ്ട ഈ ഒരു പോർഷൻ കണ്ട. അപ്പോൾ ഇത് ഇളവി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് വരും. അപ്പോഴത്തേക്ക് ഇത് പിടിക്കും കേട്ടോ. ഇത് വെൽഡ് ചെയ്ത് വെച്ചാൽ എത്രത്തോളം നിൽക്കുമെന്ന് അറിയത്തില്ല, ഏതായാലും നോക്കണം. ഓക്കെ, ഇവിടെ ഈ ഡോറിൻ്റെ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പോൾ എന്തായാലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഈ സൈഡിനകത്തെ ഇളവി കിടക്കുന്നുണ്ടായിരിക്കുമോ? ടയറ് പിടിക്കണം, വളയ്ക്കാൻ വരും. അപ്പം നമ്മളെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നോക്കാനാട്ടോ ഒരു ഫ്രണ്ട് സെക്ഷനിൽ. ഓക്കെ, കേട്ടില്ല? ആ തന്നെ. പക്ഷെ അപ്പുറം സൈഡ് പിടിക്കാനില്ല, ഈ സൈഡേ വളയ്ക്കാൻ നേരത്തെ അതിനകത്ത് പിടിക്കും. ഇളകി കിടന്നുണ്ടല്ലേ? ഓ ഓ, വേറെ കല്ല് വെക്കണം. ഹാൻഡ് ബ്രേക്ക് കംപ്ലൈൻ്റ് ആണ്. അപ്പുറത്തോട്ട് കിടക്കുമല്ലേ? ആ ഗിയറ് കിടക്കാൻ. അടിയിൽ പാച്ച് ഉണ്ടല്ലേ? അതങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നേ ചെയ്യണം. റണ്ണിംഗ് ബോർഡ് ഒന്നേ ചെയ്തെടുക്കണം അല്ലേ? ആ ആ, അതാ ഇനിയിപ്പം വേറെ ചെയ്ത് വെക്കാന്ന്. അകത്ത് ചെയ്താണ് പാച്ച്. ആ അപ്പുറ സൈഡ് ഇത് കണക്ക് തന്നെ. അപ്പോൾ ഒരു ദിവസം ഞാൻ കൊണ്ടുവരാം. കുറച്ച് പണിയില്ലേ? ആ ഒരു സൈഡ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. ഈ സൈഡും ഏകദേശം അത് ഇങ്ങ് പുറത്തോട്ടാണല്ലേ?
ബാക്കെല്ലാം കൂടെ വേണമെങ്കിൽ നോക്കാം. മൊത്തം വിട്ട് നിൽക്കുകയാണ് അല്ലേ. തൽക്കാലം വെച്ച് സ്പോട്ട് ചെയ്താൽ മതിയാ. ഈ സീറ്റ് ഇതിൽ വെച്ച് സ്പോട്ട് ചെയ്യട്ടാ, ബോൾട്ട് ഇളക്കാതാ. പിന്നെ അപ്പോൾ സ്പ്രേ ചെയ്യണമെങ്കിൽ പിന്നെ മെനക്കേടല്ലേ. സീറ്റ് കണ്ട് കയറിയിരിക്കണം. അപ്പോൾ റെഡി. നമ്മുടെ ഈ ഫൗണ്ടേഷൻ ഇത് മാത്രം പോരണം, ഇളകി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏകദേശം പണി കഴിഞ്ഞ കേട്ടോ ഇന്നത്തെ പണി. കാരണം എന്ന് വെച്ചാൽ കുറച്ച് പാച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. നമ്മൾ സീറ്റിൻ്റെ അവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ വെൽഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനിപ്പോൾ ഇളക്കിയിട്ട് ഒന്നുകൂടെയൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്ക് ബമ്പറും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ലെവലാക്കണം. പൈസ അപ്പോൾ ഇപ്പുറ സൈഡ് നമുക്ക് സെറ്റാക്കി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം വേറെ ഓടിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ഓക്കെ, മുമ്പ് ഇവിടെ നല്ല തട്ടലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റണ്ണിംഗ് ബോർഡിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട്. അതേപോലെ തന്നെ അകത്ത് ചെറിയ കുറച്ച് പാച്ചും കാര്യങ്ങളും ഉണ്ട്. റണ്ണിംഗ് ബോർഡ് ഈ സൈഡ് കംപ്ലീറ്റ് ഒന്നും ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് ബമ്പറിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതുകൂടെ അപ്പോൾ ലെവൽ ചെയ്യണം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ പാച്ച് വർക്കിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയാന്ന് ചോദിച്ചാൽ ഇല്ല, പാച്ച് വർക്ക് ഇനിയും പെൻഡിങ് ഉണ്ട് കേട്ടോ. നമ്മൾ റണ്ണിംഗ് ബോർഡിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം നിലവിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ആ സൈഡിലെ ഫെൻഡറിൻ്റെ ആ ഒരു പോർഷൻ പിടിക്കുന്നതായിരുന്നു മെയിനായിട്ടൊരു ഇഷ്യൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഒരു സംഭവം ഉണ്ടായി, ഇതൊന്ന് റെഡിയാക്കണം. ഇന്നിപ്പോൾ നടക്കുമെന്തോ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, വർക്ക്ഷോപ്പിലോട്ട് പോവാം. ഇപ്പോൾ നമ്മളെ കേബിൾ ഓടിച്ചിട്ട് ഏകദേശം ഒരു 4-5 ദിവസമായി. അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. ഇന്നെങ്കിലും നടന്നാൽ മതി. എല്ലാ ദിവസവും നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വൈകുന്നേരം സമയമാവും. അപ്പം കട ക്ലോസ് ചെയ്യാറുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. പോയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഓക്കെ, എവിടെ നിന്ന് ഇപ്പോൾ സെറ്റ് ചെയ്ത് തരുന്നു. വണ്ടി എന്തായാലും ഇടാൻ പ്ലാനില്ല, സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാവേ. എന്നാലും നമ്മളെ വണ്ടി ഇപ്പം പണിയാനായിട്ട് കയറ്റും. വേറെ ഒന്നുമില്ല, ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണം കേട്ടോ. അപ്പോൾ അതാണ് പരിപാടി. ഓക്കെ, പ്രൈസ്. അപ്പോൾ നമ്മൾ പഴയ കേബിൾ മാറ്റിയിട്ട് പുതിയ കേബിൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ ഒരു ബേക്ക് ഡ്രമ്മില്ലേ, അതോടെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്യാന്ന് വെച്ചേട്ടാ. കുറച്ച് സാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പെയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂട്ടുകാരപ്പോൾ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ എന്തായാലും അതുകൂടെ ചെയ്തങ്ങ് കയറ്റാം. റെഡ് തന്നെ ആക്കാം, കുറച്ച് ഇറക്കിയിട്ട്. ബ്ലാക്ക് മതിയായിരുന്നു, പിന്നെ എന്തായാലും അടിക്കുന്നു. ഫ്രണ്ട് കാലിപ്പർ കൂടെ റെഡ് ആക്കാന്ന് വെച്ചേട്ടാ. അപ്പോൾ എന്തായാലും മാറ്റം മടുക്കുമ്പോൾ നീട്ടി നമ്മൾ നേരെ ബ്ലാക്കിലോട്ടാക്കാം. ഓക്കെ, എന്തായാലും സെറ്റ് ചെയ്തിട്ട് കാണാം. ഈ 2 വീലും കുറച്ച് പണിയുണ്ട് കേട്ടോ. സ്പ്രേ പെയിൻറ്റ് കൊണ്ടൊന്ന് അടിച്ചാട്ടോ. ഇതിന് ഏകദേശം 400 ml 200 രൂപയാണ് ആയിട്ടുള്ളത്. വൈറ്റ് അടിച്ചിട്ടാണ് സാധാരണ അടിക്കേണ്ടത്, പക്ഷേ ഇതിൽ കുഴപ്പമില്ല കേട്ടോ, നല്ലോണം കവറായിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് ഡാർക്കായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷേ നേരിട്ടാണ് നല്ല ലൈറ്റാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ബേക്ക് അടിച്ച് 2 സൈഡ് അടിച്ചിട്ടുണ്ട്, ഓരോ കോട്ടം അടിച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് കാലിപ്പറിൻ്റെ ഇവിടെ ജസ്റ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൂടെ നോക്കട്ടെ. നമ്മളെ പഴയ കേബിൾ ഇതിൻ്റെ കണ്ട ഈ ഒരു എഡ്ജിൽ സാധനം പൊട്ടിപ്പോയാട്ടോ. ഇതിനൊക്കെ സ്പ്രിങ് വരുന്നതാണ്, ഒരു സൈഡിലെ പൊട്ടിപ്പോയി. ഓക്കെ, മേളിൽ നിന്നല്ല, ഈ ഒരു വീലിൽ വരുന്ന ആ ഒരു പോർഷൻ കേട്ടോ. ഓക്കെ, സെറ്റ് ചെയ്യാൻ കേട്ടോ. തിരിച്ച് പെയിൻ്റ് അടിച്ചിട്ട് ഫുൾ ഉണങ്ങിയില്ല എങ്കിലും കുഴപ്പമില്ലാതെ ഉണങ്ങി കാണും. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പോൾ ഇറക്കും. ഓക്കെ,
അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വണ്ടിയുടെ വീൽ അലൈൻമെൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കൊണ്ടുപോയാണ് ആ വണ്ടി എടുക്കും, നമുക്ക് ഇതിലങ്ങ് പോവാം. ഓക്കെ, പൈസ ഇപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വന്നേനെ കേട്ടാ. നമ്മൾ വണ്ടിയുടെ വീലിൻ്റെ പെയിൻറ്റ് ഉണങ്ങിയില്ലായിരുന്നു, കുറച്ചൊക്കെ തെറിച്ച് കേട്ടാ. എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ പോയേക്കുക. അപ്പോൾ എന്തായാലും അതുകൂടെ സെറ്റ് ചെയ്യാം. ഞാൻ അന്നേ വിചാരിച്ചാണ് കേട്ടോ വീല് സെറ്റ് ചെയ്തപ്പോഴേ. ഓക്കെ, വണ്ടി കയറ്റിയിരിക്കുകയാണ് കേട്ടോ അത് ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, എന്തായാലും പരിപാടി കഴിഞ്ഞിട്ട് നോക്കാം. ഗൈസ് അപ്പം വീൽ അലൈൻമെൻറ്റ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം കുറച്ച് നേരം എടുത്ത് എങ്കിലും സാധനം സെറ്റായെന്ന് തോന്നുന്നു കേട്ടോ. പൈസ അനുസരിച്ച് ആയിരിക്കും കേട്ടോ. എന്തായാലും നമ്മളെ സെന്നിന് 350 രൂപ ആയിട്ടുള്ളൂ. സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓട്ടിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാമേ. അപ്പോൾ അലൈൻമെൻറ്റ് കാര്യങ്ങളും എല്ലാം സെറ്റാക്കി ഹാൻഡ് ബ്രേക്കിങ് സെറ്റാക്കിയിട്ട് നമ്മൾ വണ്ടി വീട്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഓടിച്ചപ്പം നേരത്തെ ഒരു സൈഡിലോട്ട് ചെറിയ ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ ഇപ്പം ആ ഒരു ഒഴിച്ചിലും കാര്യങ്ങളൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് പുതിയ ടയറും പുതിയ വീൽസും ആണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്നാമത്തെ കാര്യം 15 വീൽസ് കൂടെയാണ്. അപ്പോഴത്തേക്ക് എന്തായാലും നേരത്തെ കിടന്ന ആ ഒരു സെറ്റപ്പിൽ എന്തായാലും ഈ ഒരു ടയറിനും കാര്യമൊക്കെ പണി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് അലൈൻമെൻറ്റ് അങ്ങ് ചെക്ക് ചെയ്തതെന്നേ ഉള്ളൂ. വലിയ എമൗണ്ടൊന്നും ഇല്ല, ഏകദേശം 500 താഴെ ഒരു 350 രൂപ ചിലവ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. എന്തായാലും അത് റെഡിയാക്കിയിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്കും റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടി ലോക്കൽ. ഓക്കെ, അപ്പോൾ ഹാൻഡ് ബ്രേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഹാൻഡ് ബ്രേക്കിന്. പിന്നെ ലേബർ ചാർജ് വന്നിട്ട് 700 രൂപയാണ് ആയിട്ടുള്ളത്. ഒരു സാധനത്തിന് എനിക്ക് തോന്നുന്നു 500-600 രൂപയ്ക്ക് താഴെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്ക് വീലിൽ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ലുക്ക്. ഓക്കെ, ഫ്രണ്ട് കാലിപ്പർ അടിക്കാൻ പറ്റിയില്ല, അവിടെ ജാക്കില്ലാത്തതുകൊണ്ടേ. അപ്പോൾ എന്തായാലും നേരെ എടുത്തുകൊണ്ട് വന്നു, കുഴപ്പമില്ല കേട്ടോ. നേരത്തെ താര് വൃത്തിയിടങ്ങ് മാറി. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ എന്തായാലും മേ ബി ഒരു മോഡിഫിക്കേഷൻ വീഡിയോ ആയിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെ ഉള്ളൂ. വണ്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോസ് ഇതിന് മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ കുറച്ച് മെക്കാനിക്കൽ പണി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം അതിന് മുമ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ മോഡിഫിക്കേഷൻ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ മാത്രമല്ല ഒരുപാട് വീഡിയോ നമ്മൾ ബൈക്കിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾ കേട്ടിരിക്കുന്നതിന് ജസ്റ്റ് ആ വീഡിയോസ് കണ്ടി നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.